കഴിഞ്ഞ 40 ദിവസങ്ങളായി ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ ഉന്മാദത്തിൽ ഒരു മായാലോകത്തിൽ ആറാടി തിമിർക്കുകയായിരുന്നു. ഇന്ന് അതിൻ്റെ അവസാന ആശീർവാദവും നടക്കാൻ പോകുന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഈ കായിക മഹോത്സവവും ക്രിസ്ത്യാനികളുടെ ആത്മീയ ആഘോഷമായ കുർബാനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ലിറ്റർജിയുടെ ചൈതന്യം എന്ന ചാക്രിക ലേഖനത്തിൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ എഴുതി, ആരാധനക്രമം വിനോദം പോലെയാണ്. ഒരു കളി വിനോദമാകുന്നത് നിയമങ്ങൾ കൊണ്ടാണ്. നിയമരാഹിത്യം കളികളെ കയ്യാങ്കളികളാക്കും. തിരുസഭയുടെ ഔദ്യോഗിക ആത്മീയ സ്വർഗീയ വിനോദാഘോഷമാണ് ആരാധനക്രമം. അവ ഇല്ലാതായാൽ ആരാധനക്രമം അലങ്കോലമാകും. അതിൻ്റെ പേരിൽ അക്രമങ്ങൾ അരങ്ങേറുകയും പള്ളികൾ അടഞ്ഞുകിടക്കുകയും ചെയ്തിട്ട് പോലും യാതൊരു മനപ്രയാസവുമില്ലാത്ത മെത്രാന്മാരെ ഇനിയും ആദരവോടെ പിതാവേ എന്ന് വിളിക്കുന്ന അന്ധവിശ്വാസികളെ ഓർത്ത് സഹതപിക്കുകയാണ്. സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ എറണാകുളം ബസിലിക്ക 4 വർഷമായി കുർബാന അർപ്പിക്കാതെ പൂട്ടിക്കിടക്കുന്നതിൽ വേദന തോന്നാത്ത മെത്രാന്മാരെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? കുർബാന ഒഴിച്ചുള്ള കർമ്മങ്ങൾക്ക് മാത്രം ബസിലിക്ക തുറന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ ബസിലിക്ക വെറും ഒരു ഓഡിറ്റോറിയമായി മാറിയതുപോലെയുണ്ട്. സഭ നിർദ്ദേശിച്ച കുർബാന, സഭയുടെ ഏകീകൃത കുർബാന അർപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ചെയ്യാൻ മനസ്സില്ലാത്ത ഇവർ മെത്രാന്മാരാണോ? കുറഞ്ഞത് വിശ്വാസികളെങ്കിലുമാണോ? ഏതൊരു കളിക്കും കായിക ഇനങ്ങൾക്കും കൃത്യമായ നിയമമുണ്ട്. മത്സരത്തിൽ കോച്ചിനും കളിക്കാരനും റഫറിക്കും പ്രത്യേക റോളുകളുമുണ്ട്. തന്നിഷ്ടമനുസരിച്ച് ഒന്നും ചെയ്യാൻ ആർക്കും അധികാരമില്ല. നിയമങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കളികൾ കയ്യാങ്കളിയിലേക്കും അക്രമത്തിലേക്കും എത്തും. കളികൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ള സകലമാന സദ്ഫലങ്ങളും നഷ്ടമാകുകയും അസ്വസ്ഥതയും അസമാധാനവും ഉടലെടുക്കുകയും ചെയ്യും. ഇക്കാര്യങ്ങൾ ആരാധനക്രമത്തിലും ബാധകമാണ്. മാർപ്പാപ്പായും മെത്രാന്മാരും പുരോഹിതരും അൽമായരും സന്യസ്തരും ഒരുപോലെ ക്രമങ്ങൾ പാലിക്കേണ്ടവരാണ്. ഇല്ലെങ്കിൽ ആരാധന അക്രമമാകും. ആരാധനക്രമത്തിൽ പോലും നിയമവും ക്രമവും ഐക്യവും വേണ്ട എന്ന് പറയുന്നത് എത്രയോ വലിയ ദുരന്തമാണ്. സമുന്നത ആരാധനയുടെ കാര്യത്തിൽ കൃത്യമായ നിയമങ്ങൾ പാലിക്കാൻ കോച്ചിനും റഫറിക്കും കളിക്കാർക്കും, അതായത് മെത്രാനും വൈദികനും ഒക്കെ കഴിയുന്നില്ലെങ്കിൽ നാശമാണ് ഫലം. ലിയോ 14 മാർപ്പാപ്പ ഓർമ്മപ്പെടുത്തുന്നു, ഉറവിടങ്ങളിൽ അടിത്തറയിട്ട് പാരമ്പര്യങ്ങളെ കാര്യമാക്കിയുള്ള കാലോചിത മാറ്റം അനിവാര്യമാണ്. മുൻകാല ലോകകപ്പ് ഫുട്ബോൾ മത്സരങ്ങളും 2026 കളികളും തമ്മിൽ വലിയ മാറ്റങ്ങൾ കാണാം. കഴിഞ്ഞ ലോകകപ്പിൽ 32 ടീമുകളായിരുന്നു, ഇന്നത് 48ആയി. ചെറിയ ദ്വീപ് രാജ്യങ്ങളിൽ നിന്ന് പോലും ശക്തമായ ടീമുകളുണ്ട്. ആരാധനാക്രമത്തിലെ കാലോചിത മാറ്റം ഉറവിടങ്ങളെയും പാരമ്പര്യങ്ങളെയും തള്ളിക്കളയുക എന്നതല്ല, അത് അനുസരണവും വളർച്ചയും പുരോഗതിയും വികാസവുമാണ്. കളിക്കളത്തിൽ കളിക്കാരൻ്റെയും കോച്ചിൻ്റെയും റഫറിയുടെയും ആംഗ്യങ്ങൾക്ക് അർത്ഥവും പ്രാധാന്യവുമുണ്ട്. കളിയെ നിയന്ത്രിക്കുന്നത് അവയിലൂടെയാണ്. ആരാധനക്രമത്തിലും അങ്ങനെ തന്നെ. അവിടെയും അടയാളങ്ങളും പ്രതീകങ്ങളുമുണ്ട്. അവയും അവയുടെ അർത്ഥവും അറിയുക ആരാധനാക്രമത്തിൻ്റെ അനിവാര്യതയാണ്. ബെനഡിക്റ്റ് പാപ്പായും ഫ്രാൻസിസ് പാപ്പായും ഇക്കാര്യം സവിസ്തരം പഠിപ്പിച്ചിട്ടുണ്ട്. ദിവ്യബലി തെറ്റായി പരികർമ്മം ചെയ്യുമ്പോൾ തിരുത്താനുള്ള ചുമതല സഭയിലെ മെത്രാന്മാർ എന്ന റഫറിമാർക്കാണ്. കളിയും കളി നിയമങ്ങളും അറിയാത്ത ഒരാൾക്ക് എങ്ങനെ റഫറിയാകാൻ കഴിയും? റഫറിക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ കളിക്കാർ തമ്മിൽ ഏറ്റുമുട്ടും, കാണികൾ കളത്തിലിറങ്ങും. എറണാകുളം രൂപതയിലെ അനേകം പള്ളികളിൽ റഫറിമാർ പരാജയപ്പെട്ടപ്പോൾ തിരുത്താനായി വിശ്വാസികൾ വിസിലടിച്ച് ഇരച്ചു കയറി. സഭയോടും ആത്മരക്ഷയോടും ആരാധനക്രമത്തോടും താല്പര്യമില്ലാത്തവർക്ക് എങ്ങനെ ആരാധനക്കളങ്ങളെ നിയന്ത്രിക്കാൻ കഴിയും? കളി നിയമങ്ങളിൽ എല്ലാ കാലത്തും പുതുക്കൽ ഉണ്ടായിട്ടുണ്ട്. കളികൾ കൂടുതൽ ആസ്വാദ്യമാക്കുക എന്നതാണ് ലക്ഷ്യം. ബോൾ കൈവശമുള്ള കളിക്കാരനെ തന്ത്രപൂർവ്വം തൊട്ടാലോ തട്ടിയിട്ടാലോ വിസിൽ മുഴങ്ങും. ആരാധനക്രമം അലങ്കോലമാക്കിയാൽ വിസിൽ മുഴക്കേണ്ട മെത്രാൻ റഫറിമാർ മുഖം തിരിച്ച് നിൽപ്പാണ്. കളിക്കാരെല്ലാം വ്യായാമത്തിൻ്റെയും ഭക്ഷണ ക്രമീകരണത്തിൻ്റെയും വലിയ പരിശീലനത്തിന് വിധേയരാകാറുണ്ട്. മികച്ച കളിക്കാരെല്ലാം അതിനുദാഹരണമാണ്. കളിക്കളത്തിലെ മിശിഹ എന്ന് വാഴ്ത്തപ്പെടുന്ന മെസ്സി 39 വയസ്സിൽ പുലർത്തുന്ന ലോകോത്തര മികവ് അയാളുടെ ആഴമേറിയ അർപ്പണത്തിൻ്റെ തെളിവാണ്. വൈദികർക്കും മെത്രാന്മാർക്കും അത്തരം അർപ്പണവും ആത്മീയ പരിശീലനവും നിരന്തരം കൊടുക്കേണ്ടത് ആവശ്യമാണ്. പരിശീലകരും പരിശീലനവും ഇല്ലാതെ എങ്ങനെ മത്സരങ്ങൾ അരങ്ങേറും? അതുപോലെ ആരാധനാക്രമ പരിശീലനത്തിൻ്റെ കുറവാണ് തിരുസഭയിലെ ഏറ്റവും വലിയ പോരായ്മ. ആത്മീയതയെയും ആരാധനയെയും ആട്ടങ്ങൾക്കും പാട്ടുകൾക്കുമാണ് പ്രാധാന്യം. 2004 എക്ലേസിയ ഡി യൂറോപ്പ എന്ന അപ്പസ്തോലിക കത്തിൽ വിശുദ്ധ ജോൺ പോൾ II ലത്തീൻ സഭയോട് പ്രത്യേകം പറഞ്ഞു, ആരാധനക്രമ നവീകരണത്തിൻ്റെ മർമ്മം രഹസ്യത്തെക്കുറിച്ചുള്ള ബോധം വീണ്ടെടുക്കലാണ്. എന്നാൽ ഇന്നിവിടെ നടക്കുന്നത് പുതുമകളുടെ പുരോഗമനം എന്ന് പറഞ്ഞ് തോന്നിവാസമാണ്.
ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ അധികം ആഗ്രഹിച്ചു എന്ന അപ്പസ്തോലിക കത്തിൽ ഉടനീളം ആരാധനാക്രമ പരിശീലനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പുരോഹിതർ ആരാധനാക്രമ തെറ്റുകൾ ചെയ്യുന്നതിനാൽ അവരും പരിശീലനം സ്വീകരിക്കണമെന്നും ആരാധനാക്രമ അനുഷ്ഠാനമാണ് സമുന്നത ആരാധനാക്രമ പരിശീലനമെന്നും തന്മൂലം സെമിനാരികളിൽ മാതൃക ആരാധനാക്രമ ആഘോഷം ഉണ്ടാകണമെന്നും പരിശീലനം നിരന്തരം തുടരണമെന്നും ഈ കത്തിലുണ്ട്. ആരാധനാക്രമ പരിശീലനത്തിലൂടെ രൂപതയെ പരിപോഷിപ്പിക്കാനുള്ള ബോധ്യമില്ലാത്ത മെത്രാന്മാർ സഭയെ എങ്ങനെ നയിക്കും? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കത്തും കരച്ചിലും ഇവിടെ ഏതെങ്കിലും മെത്രാന്മാരെ കരയിച്ചിട്ടുണ്ടോ? ഓരോ ടീമിനും തനതായ ജേഴ്സിയുണ്ട്, നിറമുണ്ട്. തനിക്കിഷ്ടമുള്ളത് ഇട്ട് കളത്തിലിറങ്ങാൻ ആർക്കും അധികാരമില്ല, സാധിക്കില്ല. ഇഷ്ടമുള്ള ബൂട്ടും സോക്സും പോലും ധരിക്കാൻ പാടില്ല. ബലിവേദിയിലേക്ക് അണയുന്ന പുരോഹിതനും കൃത്യമായ ചില വേഷവിധാനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. തിരുവസ്ത്രങ്ങൾ ഓരോന്നും യേശുവിൻ്റെ പീഠാനുഭവ പ്രതീകങ്ങളാണ്. സ്വർഗീയ ആരാധനയ്ക്ക് വരുന്നവരും അങ്ങനെ ചില മര്യാദ പാലിക്കേണ്ടതുണ്ട്. ഒരു പിക്നിക്കിനോ സിനിമയ്ക്കോ പോകുന്നത് പോലെ അല്ലല്ലോ കുർബാനയ്ക്ക് പോകേണ്ടത്. ലത്തീൻ സഭയിൽ ഓരോരോ രാജ്യത്തിന് വെവ്വേറെ കുർബാനക്രമമില്ല. ഫുട്ബോളിലും ഒരേ നിയമങ്ങളേ ഉള്ളൂ, ഒരിടത്തും ഇളവുകളില്ല. 34 രൂപതകളിലെ ക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി എറണാകുളത്തിന് മാത്രം മറ്റൊരു ക്രമത്തിൻ്റെ ന്യായമെന്ത്? ഒരു ഇളവ് കൊടുക്കേണ്ട ആവശ്യമെന്ത്? ഒരു കളിക്ക് ഒരു നിയമമേ ഉള്ളൂ എന്നതുപോലെ ഒരു സഭയ്ക്ക് ഒരു ബലിയേ ഉള്ളൂ. ആരാധനാക്രമ കാര്യത്തിൽ തിരുസഭയ്ക്ക് ഐക്യപ്പെടാനാകുന്നില്ലെങ്കിൽ എങ്ങനെ നിലനിൽക്കും? ഒരു സഭയ്ക്ക് ഒരു കുർബാനക്രമം എന്നത് ന്യായമല്ലേ? ഇരു കൂട്ടരുടെയും കുർബാന അംഗീകരിച്ചാൽ പ്രശ്നം തീരില്ലേ എന്നാണ് ചിലരുടെ ചോദ്യം. മതിയായ വിവരമോ യുക്തി ചിന്തയോ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. നാളെ മറ്റൊരു ശൈലിയുമായി വേറൊരു വിഭാഗം വന്നാൽ, അങ്ങനെ അനേകം ശൈലിയും വിഭാഗങ്ങളും ഉണ്ടായാൽ ഞങ്ങൾ ജനഗണമന പാടില്ല, ഞങ്ങളുടെ സ്വന്തം ഗാനമേ പാടൂ എന്ന് ഓരോ സംസ്ഥാനവും വാശി പിടിച്ചാൽ എവിടെ ദേശീയ ഗാനം, എവിടെ ദേശീയ ഐക്യം? അന്തർദേശീയ മത്സരങ്ങളിൽ ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ ഗാനത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിക്കുന്നത്. ഇതുപോലെയാണ് പരിശുദ്ധ ബലിയിലെ വിശ്വാസ പ്രമാണവും. വിശ്വാസ പ്രഖ്യാപനമില്ലാതെ എങ്ങനെ പരിശുദ്ധ കുർബാന അർപ്പിക്കും? കാരണം വിശ്വാസിയുടെ ഔദ്യോഗിക വിശ്വാസ പ്രഖ്യാപന വേദി കൂടിയാണ് പരിശുദ്ധ കുർബാന. ഓരോ രാജ്യവും എത്രയോ അഭിമാനത്തോടും ഭക്തിയോടുമാണ് തങ്ങളുടെ ദേശീയ ഗാനം ആലപിക്കുന്നത്. ആ അഭിമാനബോധവും ഭക്തിയും കത്തോലിക്കർക്ക് വിശ്വാസ പ്രമാണത്തോടും ദിവ്യബലി അർപ്പണത്തോടും ഉണ്ടാകണ്ടേ? വിശ്വാസ പ്രമാണത്തിൽ പോലും വിശ്വാസമില്ലെങ്കിൽ പിന്നെ എന്ത് ക്രിസ്ത്യാനി, പിന്നെ എന്ത് ബലി? സ്വർണ്ണക്കപ്പിൽ മുത്തമിടാനാണ് മത്സരിക്കുന്ന ഓരോ ടീമും ആഗ്രഹിക്കുന്നത്. കുർബാനയിലെ കുരിശ് ചുംബനവും അതുപോലെ തന്നെ. 1.5 മണിക്കൂർ വേണം ഒരു സാധാരണ ഫുട്ബോൾ മത്സരത്തിന്. ചിലപ്പോൾ അതിലും നീണ്ടുപോകാം. സമയമില്ലാത്തതിനാൽ മത്സരം അരമണിക്കൂർ മതി എന്ന് ആരും പറയില്ല. ദിവ്യബലിക്കും നിശ്ചിത സമയദൈർഘ്യമുണ്ട്. 10 മിനിറ്റിൽ തീർക്കണമെന്ന് വാദിക്കുന്നതിൽ അർത്ഥമില്ല. മത്സരത്തിൻ്റെ ഫലം തീരുമാനിക്കുന്നത് അടിക്കുന്ന ഗോളിൻ്റെ എണ്ണത്തിലായതുകൊണ്ട് 10 കളിക്കാരും ഒരു ഗോളിയും കൂടി ഒരു ചെറിയ ഹാളിൽ പെനാൽറ്റി അടിച്ചാൽ പോരെ എന്ന് വാദിച്ചാലോ? ലോക സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വലിയൊരു പ്രകടനവും ആഘോഷവുമാണ് ലോക ഫുട്ബോൾ വേദി. 6 ആഗോള റീത്തുകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയുടെ സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും അടയാളമാണ് അതത് റീത്തുകളിലെ ആരാധനാക്രമവും ദിവ്യബലി അർപ്പണവും. കളിക്കളത്തിൽ കരളും കണ്ണും കാതും തലയും കാലുകളും ഒന്നാക്കി കളിക്കാർ ഐക്യത്തോടെ എതിർ ടീമിൻ്റെ ഗോൾ വലയത്തിലേക്ക് നോട്ടമിട്ട് കുതിക്കുന്നു. സ്വർഗോന്മുഖ തീർത്ഥാടനത്തിലാണ് വിശ്വാസികൾ. കളിയിൽ സ്വന്തം രാജ്യം തോൽക്കുമ്പോൾ ഉറക്കെ കരയുന്ന കാണികളുണ്ട്. പക്ഷേ സീറോ മലബാർ സഭയിൽ വൈദികർ തന്നെ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിൽ വേദനിക്കുന്ന ഒരു മെത്രാനുണ്ടോ ഇവിടെ? സ്വന്തം പോസ്റ്റിൽ ഗോൾ അടിച്ചിട്ട് ആർത്ത് ചിരിക്കുന്നത് പോലെയാണ് അവർ ഇരിക്കുന്നത്. ദൈവവിശ്വാസമുണ്ടെങ്കിലല്ലേ ഇതിലൊക്കെ വേദന തോന്നൂ. ഈ ആശയത്തിന് പ്രിയപ്പെട്ട ഫാദർ വിൻസെൻ്റ് ചിറ്റിലപ്പള്ളിയോട് കടപ്പാട്. നന്ദി.